അപ്പോൾ ഇനി വയനാട്ടിലേക്കൊന്ന് പോയി വരാം. വയനാട്ടിൽ ഒരു ചെറിയ മഴക്കെടുതിയുടെ വാർത്തയുണ്ട്. വയനാട് മീനങ്ങാടി അമ്പലപ്പടിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിലേക്ക് ചെളി ഒഴുകിയെത്തി ഇപ്പോൾ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ദീപക് മോഹൻ ചേരുന്നു സംഭവ സ്ഥലത്ത് നിന്നും. ദീപക് മോഹൻ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? മണ്ണിടിച്ചിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ചില പ്രേക്ഷകർ എഴുതുന്നു മാനന്തവാടിയിലേക്ക് ഇപ്പോൾ ശക്തമായ മഴയാണ്. എന്താണ് പൊതുവെ വയനാടിൻ്റെ ഒരു അവസ്ഥ, ദീപക്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടിൽ മഴക്കെടുതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. രാവിലെ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല വയനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. ഇന്നിപ്പോൾ രാവിലെ മീനങ്ങാടി അമ്പലപ്പടിയിലെ ദേശീയപാതയ്ക്കരികിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. സ്വകാര്യ ഭൂമിയിടത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് പരക്കുകയായിരുന്നു. തുടർന്നിപ്പോൾ ആ റോഡിലെല്ലാം ഗതാഗതം തടസ്സമുണ്ട്. അവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അവരവിടുന്ന് ഗതാഗതം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമരത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗം മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം പ്രളയബാധിത മേഖലയാണ് ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ. ഈ തൊട്ട വെള്ളത്തിനക്കരെയുള്ള ഈ വെള്ളം കയറിയ സ്ഥലത്തിനക്കരെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ആദിവാസി നഗർ മേഖലയാണ്. ആ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഇതുവരെ 332 പേര് ആണ് ഇപ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നത്. 11 ക്യാമ്പുകളിലായി 332 ആളുകൾ താമസിക്കുന്നു. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. മാനന്തവാടി, വൈത്തിരി താലൂക്കുകളിൽപ്പെട്ട ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. അതുപോലെ തന്നെ മാനന്തവാടിയിലെ കരിന്തിരിക്കടവ് പാലം വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം ബത്തേരിക്കടുത്തും വെള്ളം കയറിയിട്ടുണ്ട്. മാനന്തവാടി, താഴേങ്ങാടി പ്രദേശവും അതോടൊപ്പം മുത്തങ്ങയിലെ പുഴങ്കുനി കോളനി, അതുപോലെ തന്നെ പനമരം, കോട്ടത്തറ, വെണ്ണിയോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ചില ഇടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്ന പോലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്നുള്ളതാണല്ലേ? ഒന്ന് ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്യുന്നത് വയനാട്ടിലും. തീർച്ചയായും അരുൺകുമാർ, 2018 പ്രളയമൊക്കെ ഉള്ള സമയത്തൊക്കെ വയനാട്ടുകാർക്ക് അറിയാം. തുടർച്ചയായി മഴ പെയ്ത് ഒരു 9 മണി മുതൽ രാത്രി 1:30 പ്രളയമായി ഇരച്ചെത്തിയത്. അത്തരത്തിൽ സമാനമായ രീതിയിൽ മഴ ഇപ്പോൾ ഇല്ല എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ വയനാട്ടിൽ ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. മാത്രമല്ല വയനാട്ടിലെ പ്രധാന ഡാമുകളായ ബാണാസുര, കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ വയനാട്ടിൽ പലയിടങ്ങളിലും ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുമുണ്ട്. ഈ മഴക്കെടുതികൾ രൂക്ഷമാകുമ്പോൾ ബന്ധപ്പെടാനായുള്ള കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം ഹെൽപ്പ് അങ്ങോട്ട് പോയതേക്കുന്നത് കാണാം. ആ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗത്ത് നിറയെ ചെളിയാണ്. അപ്പോൾ വാഹനം അതുവഴി ഓടിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. സ്കിഡാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ബസ് റോഡിൽ നിന്ന് തെന്നിമാറി റോഡിന്റെ വഴിയരികിലേക്ക് തെന്നിമാറി കിടക്കുന്നത് കാണാം.